Lulu Celebrate Vardala Bhara Season 3 powered by Vivilലേക്ക് സ്വാഗതം. I love you, Roncha. മറക്കില്ല ഒന്നും ഞാൻ, മറക്കുമെന്ന് നിനക്ക് വേണ്ട, മറന്നുവെന്ന് വരുന്ന കാലം, മരിച്ചുവെന്ന് നനച്ചുകൊള്ളുക. ആഷ്ലിന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടിന്റെ പേര് സോണിയ. രണ്ടാമത്തതോ? മൂന്നാമത്തതോ? അഞ്ചാമത്തതോ? ഓൾ ദ വെരി ബെസ്റ്റ് മോനെ. ഇത് റൊമാൻസ് ഉണ്ടായിരുന്നല്ലാതെ റേപ്പ്. ഇത്രയും ചിരിച്ച വേറൊരു ഡാൻസ് റൗണ്ട് ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഇന്നത്തെ ജഡ്ജസ്, ലെറ്റ്സ് വെൽക്കം അനു, ലെനി, അബിത, ശാശ്വതി ആൻഡ് ജിനി. സ്പെഷ്യൽ ജഡ്ജസ്, ലെറ്റ്സ് വെൽക്കം പാർവതി ചേച്ചി ആൻഡ് കുളിർമാഷ്. Fourth round, let's welcome Ashley and Lakshmi. ആരോട് ചോദിക്കണം? ആരോട് വേണം ചോദിച്ചോ മാം? ആരോട് ചോദിക്കാം അല്ലേ? ഞാൻ ആഷ്ലിൻ്റെ അടുത്ത് ചോദിക്കാൻ പോവാം. ഒരു ചേഞ്ചിന് വെയിറ്റ്. ഓക്കെ, ആദ്യമായി ആഷ്ലി ലക്ഷ്മിയോട് പറഞ്ഞ കാര്യം, ആദ്യമായി കണ്ടപ്പോൾ. അതായത് കണ്ടില്ല, ഫോണിലായിരുന്നു ആദ്യമായി പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ, അതായത് സ്കൂട്ടി വെപ്പിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ആ ആൾ തന്നെയാണോ ഈ ഞാൻ ഈ സംസാരിക്കണമെന്ന് ആണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞല്ലേ? ഓക്കെ. ആഷ്ലിയുടെ ഇപ്പോഴത്തെ വണ്ടീൻ്റെ EMI amount? കാറിൻ്റെ 6400. 6400. ഓക്കെ. ലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പേര്? ചിഞ്ചു. ചിഞ്ചു. ഓ, ഇവിടെ വന്നിട്ടുണ്ടല്ലേ, റൈറ്റ്. കുഞ്ഞിന് ചോറുണ്ണ് കൊടുക്കുമ്പോൾ കൊടുത്ത ദിവസം, സോറി, കുഞ്ഞിൻ്റെ ചോറിന് കൊടുത്ത ദിവസം? ജൂൺ 3, 2011. ഓക്കെ. ലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പാട്ട്? എല്ലാ പാട്ടും ഇഷ്ടം. ഒട്ടും ഇഷ്ടമില്ലാത്ത പാട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെയും. അല്ല, അപ്പോൾ ഇല്ല, അങ്ങനെയാണോ? ഓക്കെ. ഓക്കെ. കൊങ്ങിണിയിൽ ഐ ലവ് യു എന്ന് എങ്ങനെ പറയും? അയ്യോ എനിക്കറിയില്ല. അയ്യോ ഇങ്ങനെ എനിക്കറിയില്ല, അങ്ങനെയാണോ പറയാ? അങ്ങനെയല്ല, എനിക്കറിയില്ല കൊങ്ങിണി ശരിക്കും. ഓക്കെ. ആഷ്ലി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഹിന്ദി വാക്ക്? മലയാളം തന്നെയാണ്. അങ്ങനെ ഹിന്ദി അങ്ങനെ സംസാരിക്കാറില്ല വീട്ടിൽ, ഡാഡിനോട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ല, ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബിക്കോസ്, സോ, അതല്ലേ പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് നമ്മൾ അങ്ങനെ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ തന്നെയാണ് പറയണത്, ഹിന്ദി ഇപ്പോൾ സംസാരിക്കാറില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ എന്താ ഞാൻ എടുക്കേണ്ട ഉത്തരം? പറയാറില്ല. അങ്ങനെ പറയാറില്ല. ഓക്കെ, പറയാറില്ല. ഓക്കെ. ലക്ഷ്മി വളരെ ആഗ്രഹിക്കുന്ന, എന്നാൽ ആഷ്ലി ഇതുവരെ കൊടുക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ്? ലക്ഷ്മി ആഗ്രഹിക്കുന്ന. ഞാൻ അവളോട് ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കണം. ഓഫീസിൽ നിന്ന് വരുമ്പോൾ TV കാണാണ്ട് അവളോട് ഇങ്ങനെ ഫുൾ ടൈം സ്നേഹത്തോടെ മിണ്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, അതാണ് അവൾക്ക്. ഓക്കെ. നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടാക്കിയ കാര്യം? അവളുടെ കാര്യമാണോ അല്ലെങ്കിൽ എൻ്റെ കാര്യമാണോ? നിങ്ങൾ രണ്ടാൾ തമ്മിൽ. രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഈ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ. ആര്? ലക്ഷ്മി. അത് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ. പിന്നൊന്ന് കരയുമ്പോൾ, വെറുതെ കിടന്ന് എന്തെങ്കിലും കിട്ടിയാൽ ചെറുത് കിട്ടിയാൽ അപ്പോൾ കിടന്ന് കരയും. ഓക്കെ. ഇതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? എന്ത്? ഇത് രണ്ടിലും ഏതാണ് നമ്മൾ എടുക്കേണ്ടത് ഉത്തരം? കരയണതാ അല്ലാതെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറിറ്റേറ്റ് ചെയ്യുന്നത്. മകന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രം? ഡോറ. ഓ, ഡോറ മകനോ? രാവിലെ കൂടെ വന്നപ്പോൾ അത് വെക്കണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതാ കാണുന്നത്, ഡോറ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ലക്ഷ്മിനെ വിളിക്കാം. ലക്ഷ്മി, റെഡി? ഓക്കെ. ആഷ്ലിൻ്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടിൻ്റെ പേര്?
സോണിയ. രണ്ടാമത്തതോ? നീതു. മൂന്നാമത്തതോ? മൂന്നാമത്തെ കാർത്തിക. നാലാമത്തതോ? നാലെണ്ണം ഇല്ല, നാലാമത്തെ ഞാൻ. അഞ്ചാമത്തതോ? ആഷ്ലി. ഓൾ ദ വെരി ബെസ്റ്റ് മോനെ. കറക്റ്റ് വഴിയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എന്നാണ്. സോ ദാറ്റ്സ് എ പോസിറ്റീവ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ഞാനിത് നോക്കുന്നത്. അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആഷ്ലി. ഗുഡ്. ഇനി നമുക്ക് ഗെയിം തുടങ്ങാം. ഇപ്പോഴാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, ആദ്യമായിട്ട് ആഷ്ലി ലക്ഷ്മിനെ പറഞ്ഞ വാക്കുകൾ ആദ്യമായിട്ട് കാണുമ്പോൾ, അല്ലാതെ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ലക്ഷ്മിൻ്റെ അടുത്ത് ആഷ്ലി പറഞ്ഞ കാര്യം. ഇതാരും ലക്ഷ്മി തന്നെയാണോ സംസാരിക്കണേ? ഫ്രണ്ടാണോ? സൗണ്ട് മാറ്റി വല്ല ആണോ സംസാരിക്കണേ? എനിക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു. സൗണ്ട് കേട്ടിട്ടില്ലായിരുന്നു, കാരണം ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ സെയിം ചോദ്യമാണോ അവരുടെ അടുത്തും ചോദിച്ചത്? നീതു, കാർത്തിക, സോനിയ. ഓക്കെ, രണ്ടാമത്തത് ആഷ്ലിയുടെ വണ്ടീൻ്റെ EMI എമൗണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ കാറിൻ്റെ, ബൈക്കിൻ്റെയോ? കാറിൻ്റെ 6400 ആണ്. ഓക്കെ. ലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പേര്? ചിഞ്ചു. ആഹാ, അത് മറന്നുപോയോ? കോളേജിൽ പഠിച്ച ഫ്രണ്ടാണെന്ന് ഓർത്തത്. ഓക്കെ ഓക്കെ ഓക്കെ. കുഞ്ഞിൻ്റെ ചോറുണ്ണൻ കൊടുത്ത ദിവസം? ജൂൺ 3. ഓക്കെ. ലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പാട്ട്? മാനസമൈനേ വരൂ. എന്നോട് പറഞ്ഞിട്ടില്ല, ഏത് പാട്ട് കേട്ടാലും ഇഷ്ടമാണെന്ന് പറയും. ഓക്കെ, ശരി. കൊങ്ങിണിയിൽ ഐ ലവ് യു എന്ന് എങ്ങനെയാ പറയും? മക്ക തുജ്ജലകി ഇഷ്ടത്തെ. അത് പഠിക്കാതെ ഇരുന്നത് കറക്റ്റാണ്. ആഷ്ലി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സംസാരിക്കുന്ന ഹിന്ദി വാക്ക്, അല്ലാതെ ഉപയോഗിക്കുന്ന ഹിന്ദി വാക്ക്? ചുപ് രഹോ. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എല്ലാവർക്കും അറിയാതെ. ആഷ്ലി ചുപ് രഹോ. ഓക്കെ. ലക്ഷ്മി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആഷ്ലി കൊടുക്കണമെന്ന് ഗിഫ്റ്റ്, മീൻസ് ആഷ്ലി തരണം, ആഷ്ലി ഇതുവരെയ്ക്കും തരാത്തൊരു ഗിഫ്റ്റ്? തരാത്ത ഗിഫ്റ്റ് എന്ന് ലക്ഷ്മിക്ക് ആഗ്രഹമുള്ളത്, ആഷ്ലി ഇതുവരെയ്ക്കും തരാത്തത്? അങ്ങനെയൊന്നുമില്ല, എല്ലാം സഹായിച്ചു തരാറുണ്ട്. ആഷ്ലി എന്താ പറഞ്ഞത്? കൂടെ ഇരിക്കണം, മിണ്ടണം. അത് നടക്കണുണ്ട്, അത്ര കംപ്ലീറ്റ് അല്ലെങ്കിൽ നടക്കും. ഇപ്പം പക്ഷേ നല്ല പോലെ ഉണ്ട് ഇവിടെ വന്നതിന് ശേഷം. ഓക്കേ, ശരി. നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടാക്കുന്ന കാര്യം? വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് കണ്ടിന്യൂസ്ലി ചെയ്തു തരുന്നവരെ. ഓക്കെ, ഇറിറ്റേഷൻ. ഫൈൻ, കറക്റ്റ്. ഓക്കെ. മകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ ക്യാരക്ടർ? ഡോറ. Not bad, not bad, not bad. Okay, so 6 out of 10. Very good. ഇനി 3 പെൺകുട്ടികളുണ്ടായിരുന്നല്ലേ? നാലാമത്തേത്, അഞ്ചാമത്തെ ആരാ? ആരുമില്ലേ? ഓക്കെ, ചേച്ചി. അല്ല, അങ്ങനെ ആ ഒരു ഇതായിട്ടില്ല കേട്ടാ. ഇത് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഇവിടെ ഓരോരുത്തർ ഇംഗ്ലീഷിൽ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു, ഓൾഡ് ഇംഗ്ലീഷിൽ പറഞ്ഞു, സ്പാനിഷിൽ പറഞ്ഞു. ഐ ലവ് യു. അതെ.
അപ്പോഴാണ് കൊങ്ങിണി മദർ ടങ്ങിൽ പറയാത്തത്. മോശമല്ലേ ആഷ്ലി? ശരിയാണ്. ആഷ്ലിക്ക് ഒരു 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 ഉത്തരവാദിത്തമുള്ള ഒരു ഹസ്ബൻഡാണ്. പക്ഷെ ഒരു പ്രണയിക്കുന്ന ഒരു എന്താ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ബലം വിടേണ്ടതില്ലേ ആഷ്ലി? അങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹമാണ് ഇത്. സ്നേഹമില്ലാതൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു ബലം. ഒരു ബലമില്ല. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ മസിലും പിടിച്ച് നിൽക്കണമെന്നുള്ളൂ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്തായാലും രസമുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ എല്ലാം അറിയാം. ചെറിയ ചെറിയ മിസ്റ്റേക്ക്. വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ മാഷേ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നെക്കാളും മുമ്പ് 3 പേരെ കാമികമാരായി വെച്ചു എന്ന് പറയുന്നതിൽ കൂടുതൽ എന്ത് കമ്മ്യൂണിക്കേഷനാണ് നടക്കേണ്ടത്? അതിൽ പെടാത്തൊരു ചോദ്യമാണെങ്കിലും പക്ഷേ അത്ര തുറന്നു പറയുന്നവരാണെന്ന് വളരെ വ്യക്തമായില്ലേ? ആ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായി. പിന്നെ കൊങ്ങിണിയിൽ എങ്ങനെ പ്രേമിക്കുന്നു എന്ന് പറയാൻ കഴിയാത്തത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രാദേശികമായിട്ടൊരു പ്രശ്നം അതിൽ ഉടലെടുക്കുന്നുണ്ട്. അതായത് ഈ ഭാഗത്ത് പറയുന്ന കൊങ്ങിണിയല്ല മറ്റു ചില സ്ഥലത്ത്. ഇഷ്ടാത്ത് എന്നൊക്കെ പറയുന്നത് മലയാളവുമായിട്ട് കൂടിച്ചേർന്നതിൻ്റെ പേരിൽ വന്ന ഒരു കൊങ്ങിണി വാക്കാണ്. വാസ്തവം പറഞ്ഞാൽ അഡാപ്റ്റഡ്, ആ ലാംഗ്വേജ് മലയാളത്തിൽ നിന്ന് കടമെടുത്തൊരു വാക്കാണ്. ശരിക്കുള്ള കൊങ്ങിണിയിൽ ഇഷ്ടമെന്നുള്ള അല്ല പറയാ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം അങ്ങനെ മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ തന്നെയും അത് ശരിയാവണം എന്നില്ല എന്നർത്ഥം. പിന്നെ പ്രേമത്തിന് ഭാഷയില്ലല്ലോ അല്ലേ? കൊങ്ങിണിയിൽ ഐ ലവ് യു എന്താ പറയാ? അതിപ്പോ മാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൊങ്ങിണിയാണെങ്കിൽ ആ തുക്ക് മോഗ് കർത്ത എന്നാ പറയാ. ഹാവ് ഞാൻ, തുക്ക നിനക്ക്, തുക്ക മോഗ്. മോഗ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ലവ്. കർത്ത ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇപ്പം ആവ തുംക എന്ന് പറഞ്ഞാൽ ബഹുമാന പുരസ്സരമായി, താങ്കൾക്ക് എന്ന് പറയുന്ന. സാധാരണ രീതിയിൽ വളരെയധികം സ്നേഹം വന്നാൽ തുംക എന്ന് പറയില്ല, തുക്ക എന്ന് തന്നെ പറയാം. നീ തന്നെയുള്ള പ്രയോഗമാണ് ഉണ്ടാവുക. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് മുഴുവൻ വേണ്ടി വരും. ഓക്കെ മാഷേ, ഹൗ തുംക തുക്ക യു 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 പരിഹരിച്ചു. അനു, കാസനോവ ആഷ്ലി. പക്ഷെ അത് അക്ക വിട്ട് ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട് 1 2 3 ഇന്നയാളായിരുന്നു. അത് തന്നെ വലിയ കാര്യം. ഇതെല്ലാം തുറന്നു പറഞ്ഞല്ലോ. പിന്നെ കുട്ടിയുടെ കാര്യങ്ങൾ സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചോദിച്ചു പോയിരുന്നെങ്കിൽ ഇനിയും കിട്ടിയാനല്ലേ. എന്തായാലും കുട്ടിയുടെ കാര്യങ്ങളിലൊക്കെ ആഷ്ലി ഓർത്തു വയ്ക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം, നന്നായിരുന്നു. ഓക്കെ ലെനി, അത് ഞാൻ ശ്രദ്ധിച്ചത് ആ അക്ക വീട്ട് തന്നെ പറഞ്ഞപ്പം ലക്ഷ്മി വളരെ പോസിറ്റീവായിട്ട് സന്തോഷത്തോടാണ് അതൊക്കെ പറയുന്നത്. ആഷ്ലി ആണെ പേടിച്ച് പുറകെ മാറിപ്പോയി, ആ മുഖഭാവമൊക്കെ അങ്ങ് മാറി. അതൊക്കെ ദീപു ഇതുപോലെ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. അതൊക്കെ അന്ന് പഠിക്കുന്ന കാലത്തുള്ളതല്ലേ എന്ന്. ആ ഒരു പോസിറ്റീവ് മൈൻഡിലെടുത്താൽ മതിയായിരുന്നു. പിന്നെ ആഷ്ലിയോട് ചോദിച്ചായിരുന്നല്ലോ ലക്ഷ്മി എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണെന്ന്. അപ്പം ഞാൻ അടുത്തിരിക്കുന്നില്ല, കൂടെ ഇരുന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ ലക്ഷ്മി അത് പറഞ്ഞു വന്നപ്പോൾ ലക്ഷ്മിയുടെ ആൻസർ ഇതായിരുന്നു, ഇപ്പം എനിക്ക് മാറ്റം ആഷ്ലിയുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്, ആഗ്രഹിച്ച സമീപനം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആഷ്ലിക്ക് ഇപ്പോഴും അത് ഉറപ്പില്ല ആഷ്ലി അത് എത്രത്തോളം കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ അല്ല, ഇത് എത്ര കൊടുത്താലും സമാധാനമാകുന്നില്ല. ഈ പ്രാവശ്യം വീട്ടിൽ ഞാൻ പോയപ്പോഴേ പതിവില്ലാണ്ട് ഫോൺ ചെയ്യൽ, സംസാരിക്കൽ, മുത്തേ സൂക്ഷിച്ച് വരണം, ഭയങ്കര സ്നേഹം. ഞങ്ങൾ സ്നേഹിച്ച സമയത്ത് സംസാരിച്ച പോലെ അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ടും അത്ര കെയറിങ് ആയിരുന്നു. ഭയങ്കര എന്താ സ്നേഹം പോലെ. അല്ല, അത് എന്താ പറയുമ്പോൾ ഞങ്ങൾ ഈ മാരേജ് കഴിഞ്ഞ പിന്നെ ഇവള് ഒറ്റക്ക് പോയിട്ടില്ല. ഞാൻ ഇവളും കൂടെയാണ് വീട്ടിൽ പോണത്. ഇപ്രാവശ്യം ഇവളാണ് ഒറ്റക്കാണ് പോയത്. ക്രിസ്മസിന് അന്നാണ് വന്നത്. അപ്പോൾ ഈ കാറിലിങ്ങനെ പോണ സമയത്ത് ബാക്കിൽ നോക്കി ഇങ്ങനെ ടാറ്റ പറയപ്പോൾ നമുക്ക് എന്തോ സങ്കടം വന്നു. അതാണ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയത്. ഞാൻ പറഞ്ഞപ്പോൾ അടുത്തില്ലാണ്ടിരിക്കുമ്പോൾ എന്താ വിലയെന്ന് അറിയുന്നു. ശരിക്കും 2 ദിവസം നല്ല മൂഡ് ഓഫ് ആയിരുന്നു. ഭാര്യ കണ്ടോണ്ടിരിക്കുന്നത് എത്രയോ ലക്ഷ്മിമാര് വിചാരിക്കുന്നത് എന്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ട് ചേർക്കണം. ഓ, ഞാൻ എവിടേക്ക് പോകുമ്പോ ആൾക്കാർ തന്നെ പറയാ നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റുമോ. പിന്നെ വണ്ടിയുടെ EMI അത് കറക്റ്റായിട്ട് പറഞ്ഞു. ബാക്കിയെല്ലാം നല്ലതായിട്ട് തന്നെയാണ് വന്നത്. ഓക്കെ അബിത, വേറൊരു ഭാഷ ആരെങ്കിലും അറിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കുക ഐ ലവ് യു എങ്ങനെയാ പറയുക. പിന്നെ അതുപോലെ 2 തെറി പറഞ്ഞു തരുമോ? കാരണം നമുക്ക് മറ്റുള്ളവർ അറിയാത്ത ഭാഷ കൊങ്ങിണിയൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ ആർക്കും ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ ഒരു ഇനി ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ ചോദിക്കാണ്ടിരുന്നത്. അല്ല ലക്ഷ്മിയോടല്ല,
ഹിന്ദി ഇംഗ്ലീഷൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകൾക്കൊക്കെ പെട്ടെന്ന് അറിയും. പക്ഷേ ഈ കൊങ്ങിണിയൊന്നും എനിക്ക് തോന്നുന്നു ആർക്കും അറിയില്ല. എങ്ങനെ ചീത്ത പറഞ്ഞാലും അവർ ഇങ്ങനെ വായി പൊളിച്ച് നിൽക്കാനുള്ള ഒരു രക്ഷയുണ്ടാവും തോന്നുന്നില്ല. എന്തായാലും കുഴപ്പം നന്നായിരുന്നു. ഓക്കെ ശാശ്വതി. ലക്ഷ്മി ആഷ്ലി തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് ആഷ്ലിയുടെ ലവേഴ്സിന്റെ പേര് വരിയായിട്ട് ലക്ഷ്മി പറയണ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ലക്ഷ്മി മാനസമൈനെ വരൂ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. നിനക്ക് എന്താ പാട്ടിനോട് ഇത്ര ചുമ്മാ പറഞ്ഞു. ഒരു പാട്ട് പറഞ്ഞു. അല്ല അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ കൊങ്ങിണിയിൽ ഐ ലവ് യു എന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരൂ. മക്ക് തിജിലേക്ക് ഇഷ്ടത മാഷിന് പറയുവാണെങ്കിൽ വേറെ ആഷ്ലി അങ്ങനെ തന്നെ വേണം. ജിനി. നന്നായിരുന്നു, നല്ല മനപ്പൊരുത്തായിരുന്നു നിങ്ങളുടെ. പിന്നെ എനിക്ക് തോന്നി ആ ഹിന്ദി വേർഡ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൂ, അത് ഞാൻ കറക്റ്റ് ചെയ്യുന്ന വിചാരിച്ചത്. പക്ഷെ ആഷ്ലിക്ക് എന്നെ ഓർമ്മ കിട്ടിയില്ല അല്ലേ, എന്താ പറയേണ്ടത്? ഞാൻ പറയും എവിടെ നിന്ന് കിട്ടിയാവോ ഇത്, ചുപ്രം ഞാൻ പറയാറില്ല. ഇത് ആ പാട്ടിൻ്റെ ചോദിച്ച പോലെ എന്തെങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് ആ ഒരു ഇത് പറഞ്ഞെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഓക്കെ സോ 6 out of 10. ഗുഡ്. റോണി, ബിന്ദുവിന്